ബിഗ് ബോസ് മലയാളം സീസൺ 7 50 ദിവസങ്ങൾ തികയാനായിട്ട് ഇനി ഒരാഴ്ചയും കൂടിയേ ബാക്കിയുള്ളൂ. ഈ ഒരു സീസൺ ആര് വിജയിക്കും എന്നത് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇനിയാണ് ഗെയിമിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഗെയിമിന് ടോപ്പിൽ നിൽക്കുന്ന 3-4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോള, പിന്നെ അനീഷ്, ഷാനവാസ്, ഇവരൊക്കെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. അക്ബർ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആ കാര്യം പറയാനായിട്ടാണ് ഞാൻ മെയിനായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ വേറൊരു രീതിയിലായിട്ടാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ നിലവിൽ മത്സരിക്കുന്ന 6 കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ലെങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ സീസണിലെ സാധാരണക്കാരൻ കോമണറായിട്ട് പ്രവേശിച്ച അനീഷ് 100 ദിവസവും തികച്ചിട്ടേ പുറത്തേക്ക് വരൂ. ഇത് വേണേ ഞാൻ എഴുതി തരാം. അനീഷിന് ഒരു പെർട്ടിക്കുലർ സ്ഥാനമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇപ്പൊ കൊടുക്കുന്നില്ല. അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇത് വളരെ നേരത്തെയാണ്. പക്ഷെ 40 ദിവസത്തെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ അനീഷ് ഉറപ്പായിട്ടും 100 ദിവസം തികച്ചിരിക്കും. അനീഷിന്റെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ. തുടക്കത്തിൽ അത് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. വളരെ ഹേറ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള നെഗറ്റീവ് ഒരു കളിയാണ് അനീഷ് കളിച്ചു തുടങ്ങിയത്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അതിന് നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് വന്നത്. പക്ഷെ പോകെ ഓരോ ദിവസം കഴിയും തോറും അനീഷിന്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ നിലവിൽ ഉയർന്നു വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു ഗ്രാഫാണ് അനീഷിന്റേത്. പ്രേക്ഷക പിന്തുണ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെയുള്ള മെയിൻ റീസൺസ് പറയാനാണെങ്കിൽ ആദ്യം തന്നെ അനീഷ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. ആരെന്ത് പ്രൊവോക്ക് ചെയ്താലും അനീഷ് പ്രൊവോക്ക് ആവാറില്ല. അത് മാത്രമല്ല സ്ട്രോങ് എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം. പ്രധാന ഉദാഹരണം ഇന്നലെ രാത്രിയിലത്തെ ആ ഒരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തില് അനീഷിന് പകരം അക്ബറിനെ പ്ലേസ് ചെയ്താൽ തീരാവുന്ന ഡൗട്ടേ ഉള്ളൂ. പോയി പാത്രം കഴുകി വെക്കടി എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും കൂടി അതിന്റെ അവസാനം അക്ബർ പറഞ്ഞാനേ അതിലായിട്ട് എടുത്ത് ഉറപ്പാണ്, 100% ഉറപ്പാണ് അക്ബർ ഒരു തെറിയും കൂടി പറഞ്ഞാനേ. പക്ഷെ അനീഷ് എന്ത് ഡീസെന്റ് ആയിട്ട് മെച്യൂരിറ്റിയോട് കൂടിയാണ് ആ ഒരു വിഷയം ഡീൽ ചെയ്തത്. തെറിവാക്കൊന്നുപോലും ഉപയോഗിച്ചില്ല. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് ലൈവ് കണ്ടവർക്ക് അറിയാം. അതൊക്കെ വേറെ കാര്യം. അനീഷ് വളരെ മെച്യൂരിറ്റിയോട് കൂടി ആ ഒരു വിഷയത്തെ ഡീൽ ചെയ്തു. പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾക്ക് 100% അക്കൗണ്ടബിലിറ്റി വെച്ച് പുലർത്തുന്ന, അളന്നു തൂക്കി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. ഒരു കാര്യം 1000 തവണ പറഞ്ഞാലും അനീഷ് പരിധി വിട്ടൊരു തെറി ആരെയും പറയില്ല എന്ന് എന്തോ നേർച്ച നേർന്നിട്ടുള്ള പോലെയാണെന്ന് തോന്നുന്നു. 1000 തവണ ഒരു സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യും, പക്ഷെ തെറി ആരെയും വിളിക്കില്ല. അതാണ് അനീഷിന്റെ ഗെയിം. ഷാനവാസിന്റെ അടുത്ത് ഉള്ളതെല്ലാം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫൈറ്റുകളായതുകൊണ്ട് അതൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല. മരക്കഴുതയും പരിഗണിക്കുന്നില്ല. കാരണം അനീഷിന് അത്ര ദേഷ്യം വന്നാലും ഈ ഒരു സംഭവമാണ് മാക്സിമം. മഴക്കഴുത അല്ലെങ്കിൽ ചറ്റ അതിന് മുകളിലേക്ക് പോവാറില്ല, ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു തെറിവിളി പരിപാടി അനീഷിനില്ല. ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഒരു സീസണിലും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. സത്യം ഉള്ളതുപോലെ പറയുകയാണ്. ഒരു വിഭാഗം പ്രേക്ഷകർ എപ്പോഴും എല്ലാ സീസണിലും പറയാറുള്ള ഒരു കാര്യമായിരുന്നു, വിമർശിക്കാറുള്ള ഒരു കാര്യമായിരുന്നു, ടോക്സിക് മാസ്കുലിനിറ്റി കാണിച്ച് തെറി വിളിച്ച് നടക്കുന്നവർക്കാണ് എപ്പോഴും പ്രേക്ഷകരുടെ സപ്പോർട്ടെന്ന്. എന്നുവെച്ചാൽ എല്ലാ സീസണും സീസൺ 4 തൊട്ട് തുടങ്ങി എല്ലാവരെയും ഓരോ സീസൺ എടുത്താൽ എല്ലാവരുടെയും കാര്യത്തിൽ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, തെറി വിളിച്ച് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധത പറയുന്നവർക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട്. ഈ രീതിയിലായിരുന്നു പ്രചരണം നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ സീസൺ വരെ അത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഈ സീസണിലേക്ക് വന്നപ്പോൾ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് പാടെ പൊളിഞ്ഞു വീണു. മാന്യമായ രീതിയിൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് വന്നു തുടങ്ങിയ ഒരു സീസണാണ് ഇത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അനീഷ് ഒരു മാന്യമായ രീതിയിൽ വാക്കുകൾ സൂക്ഷിച്ച് നോക്കിയും കണ്ടും സംസാരിക്കുന്ന ഒരു മനുഷ്യനും ബിഗ് ബോസിനകത്ത് സപ്പോർട്ട് നേടാമെന്ന് അനീഷ് കാണിച്ചു തന്നു. പിന്നെ അനീഷിൽ കണ്ട ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പുകളുടെ സീസണിലെ ഏറ്റവും വലിയൊരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് അനീഷ്. അക്ബറിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇതാണ്. അനീഷിന് അറിയാം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ ബിഗ് ബോസിനകത്ത് ബന്ധനങ്ങളാകുമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരു കൈ അകലത്താണ് അനീഷ് നിർത്തിയിരിക്കുന്നത്. 2 ദിവസം മുമ്പ് അനീഷിന് ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നു, എല്ലാവരുടെയും ഗെയിം അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അന്ന് ചില തിരക്കുകൾ കാരണം നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ അനീഷ് അവിടെയുള്ള എല്ലാവരുടെയും ഗെയിമുകളെ പറ്റി ഒരു അവലോകനം നടത്തുന്നുണ്ട്. ആരുടെയൊക്കെ ശത്രുവാണെന്നും മിത്രമാണെന്നും വ്യക്തമായ രീതിയിൽ കൃത്യമായിട്ട് അനീഷ് പറയുന്നുണ്ട്, വരച്ചു വെക്കുന്നുണ്ട്. പ്രേക്ഷകർ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ടാണ് അനീഷ് ഈ ഒരു ഗെയിമിനെ കാണുന്നത്. അത് ബിഗ് ബോസ് കണ്ടുള്ള ആ ഒരു പരിചയമാണെന്ന് തോന്നുന്നു. പുറത്തുനിന്ന് അകത്തേക്ക് പോയ വൈൽഡ് കാർഡുകൾക്ക് പോലും ഇല്ലാത്തൊരു ക്ലാരിറ്റി അനീഷിന് ബിഗ് ബോസിനെ പറ്റിയുണ്ട്. അന്ന് ആ ഒരു പണിപ്പുര ത്യാഗി ടാസ്കിൽ മിണ്ടാതെ നിന്നതും നോമിനേഷൻ പവർ ബിഗ് ബോസ് എടുത്ത് കളഞ്ഞപ്പോൾ സ്വന്തം സ്പേസ് ഉണ്ടാക്കി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതും ആര്യനെതിരെയും ആദിലക്കെതിരെയും ഡ്യൂട്ടിയുടെ പേര് പറഞ്ഞ് കളിച്ചതും എല്ലാം അനീഷിന്റെ ഓഡിയൻസ് ഗെയിമിന്റെ ഭാഗമാണ്. പിന്നെ അനിമോൾക്കെതിരെ അവിടെ ആദ്യം ഗെയിം കളിച്ച് തുടങ്ങിയത് അനീഷാണ്.
അനുമോളെ ഏറ്റവും ആദ്യം വിമർശിച്ചിട്ടുള്ളത് അനീഷാണ്. പക്ഷെ പോകെ പോകെ അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് കണ്ട് അനീഷ് അനുമോളുടെ കൂടെയും നിന്നിട്ടുണ്ട്. പ്രേക്ഷകർ ഏത് രീതിയിലാണ് അനീഷിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൽ വ്യക്തമായ ധാരണ പുള്ളിക്കുണ്ട്. വൈൽഡ് കാർഡുകളിൽ പ്രവീണും സാബുവും ഒക്കെ ടാർഗറ്റ് ചെയ്യാൻ പോയിട്ട് 7 അയലകത്ത് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. തൊടാൻ പറ്റിയിട്ടില്ല. കാരണം അനീഷിനോട് തർക്കിക്കാൻ പോയാൽ അനീഷ് അടിച്ചിരുതും. ആര്യനൊക്കെ നിന്ന് വേർക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ലൈവിൽ കണ്ടതാണ്. വാക്ചാതുര്യത്തിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. അത്രമേൽ വാക്ചാതുര്യമുള്ള ഒരു കണ്ടസ്റ്റന്റാണ്, അത്രമേൽ വാക്ചാതുര്യമുള്ള ഒരാളാണ് അനീഷ്. അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ സീസണിൽ 100 ദിവസം തികയ്ക്കും എന്ന് എനിക്ക് 100%, 150% ഉറപ്പുള്ള ഒരു കണ്ടസ്റ്റന്റായി മാറിയിരിക്കുകയാണ് അനീഷ്. ഏത് രീതിയിൽ നോക്കിയാലും ഇത് അതുതന്നെയാണ് സത്യം. ഈ രീതി പോയാൽ സുഖമായിട്ട് അനീഷിന് 100 ദിവസം തികയ്ക്കാനായിട്ട് സാധിക്കും. അത് നിൽക്കുകയും ചെയ്യുമെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ കപ്പടിക്കുകയും ചെയ്യും. കാരണം അത്രയേറെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ്, ബ്രില്യൻ ഗെയിമറാണ്. അനീഷിന്റെ ഒന്നൊരു റേഞ്ചിന് പറ്റി, അനീഷിന്റെ ഒന്നൊരു ബുദ്ധിക്ക് പറ്റിയൊരു കണ്ടസ്റ്റന്റ് അവിടെ ഇല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെ പിന്നെ എന്താ പറയാ, ഈ സീസൺ 5 അഖിൽമാരാറിനെയും പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ 1-2 പേരെയും സീസൺ 3 1-2 പേരെയും എല്ലാവരും ഒരുമിച്ചിട്ട് അങ്ങനെ ഒരു സീസൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അനീഷിന് ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ ഈ സീസണിൽ അനീഷിന്റെ ബുദ്ധി അല്ലെങ്കിൽ അനീഷ് കളിക്കുന്ന ഒരു ഗെയിമിന്, ബ്രില്യൻ ഗെയിമിന് ബദലായിട്ട് ആരും അവിടെ കളിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത്രയേറെ 100 ദിവസം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ് തറയിൽ.